ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ സ്കിൻ ചേഞ്ചസിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത്. എത്ര കാലതാമസം എടുത്തിട്ടാണ് എൻ്റെ സ്കിൻ ചേഞ്ച് ആയതെന്നും എന്തൊക്കെ ഞാൻ യൂസ് ചെയ്തതെന്നും പിന്നെ പെട്ടെന്ന് വെളുത്തിട്ട് പാറാം എന്നൊന്നും ഞാൻ പറയണില്ല. എന്തൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടി ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് വേണ്ടി പറയാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ലൈക്ക്, ബെല്ലൈക്കണ്, പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. തമ്മിൽ കണ്ടിട്ടുള്ള എൻ്റെ ഫോട്ടോ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആ ഫോട്ടോയിൽ കാണുന്ന ഞാൻ 2014 എടുത്ത ഫോട്ടോ ആണ്. ആ സമയത്തുള്ള ഫോട്ടോ ആണത്. ഞാൻ കുട്ടിനാളിൽ ചെറുപ്പകാലത്ത് ഭയങ്കരമല്ല, അത്യാവശ്യം കളറുണ്ടായിരുന്നു. അപ്പം പിന്നെ എൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് എൻ്റെ കളർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നു. പോകെ എൻ്റെ കളർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നപ്പം എന്തുകൊണ്ടാണ് കളർ കുറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം നമ്മൾ വളർച്ചയ്ക്കനുസരിച്ച് കുട്ടികളാകുമ്പോൾ വെയിലത്തും പൊടിയിലും ചളിയിലും ഒക്കെ പോയി കളിക്കും. പിന്നെ സ്കൂളിൽ പോകുമ്പോഴും അവിടെ വെയിലും കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ വേഗം വെക്കുക, അങ്ങനെ എൻ്റെ കളറൊക്കെ കണ്ട് മൊത്തം കുറഞ്ഞ് ഒരു ഇതായി, ഒരു മാതിരി ഡാർക്കായി. ആ ഡാർക്കായ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അത് 2013 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചൊരു കളർ ഉണ്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് നിങ്ങൾ കണ്ട ഫോട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ട് എടുത്തൊരു ഫോട്ടോ ആണത്. സിന്ദൂരൊന്നും കാണില്ല, കാരണം ആ സമയത്ത് സിന്ദൂരൊന്നും ഇട്ടിട്ടില്ല. വീട്ടിലിരുന്നപ്പോൾ ഒരു പഴയ അനിയത്തിൻ്റെ കയ്യിലൊരു ക്യാമറ ഫോൺ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കല്യാണ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നത് സാധാരണ ഫോണാണ്, ക്യാമറ ഫോണൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണത്. അനിയത്തിൻ്റെ ഫോണിൽ നിന്ന് അവളെടുത്തൊരു ഫോട്ടോ ആണ്. അന്ന് സിന്ദൂരം താലിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു കാണാൻ ഫോട്ടോയിൽ. അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ സൗന്ദര്യത്തെ പറ്റി ശ്രദ്ധിക്കാണ്ടായി. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തീരെ എന്നെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ള ധാരണയായിരുന്നു. ഒരു കുട്ടിയായില്ലേ, ഇനിയിപ്പോൾ എത്രയൊക്കെ ഒരുങ്ങിയാൽ മതി, ഇനിയിപ്പോൾ ആര് കാണാൻ, ആ ഒരു മൈൻഡിലിങ്ങനെ മുടി ശ്രദ്ധിക്കില്ല, പിന്നെ ഒരുങ്ങൂല, ഒരുക്കം കുറഞ്ഞു. ആദ്യം അത്യാവശ്യം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫോട്ടോയിൽ ഒരുങ്ങില്ല, അത് വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. പിന്നെ പറഞ്ഞാൽ ഒരുക്കമില്ല എനിക്ക്, ഞാനങ്ങനെ ഒരുങ്ങലില്ല. ജസ്റ്റ് ഇങ്ങനെ മുടിയൊന്ന് വാർന്ന് കെട്ടും, പൗഡറും കൂടി ഇടില്ല, ഇന്നൊന്ന് പൊട്ടും. പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യം. കണ്ണ് എഴുതുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് ഇടയ്ക്ക് തലയ്ക്കൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഒക്കെ എഴുതും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ എഴുതുന്നില്ല. അല്ലാതെ പുറത്തൊന്നും പോകുമ്പോൾ അങ്ങനെ അത്ര വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. പോകെ ഞാൻ എന്നെ പറ്റി ചിന്തിക്കാതെയും ഓർക്കാതെ അങ്ങനെ ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് പെട്ടെന്നൊരു ബോധോദയമല്ല, മറ്റുള്ളവരിങ്ങനെ കാണുമ്പോൾ ഞാൻ എന്നെ വില കുറച്ച് കാണാൻ തുടങ്ങി. അവർ സൗന്ദര്യം ഉണ്ട്, എനിക്കില്ല, എനിക്ക് പോരാ, അങ്ങനെ സ്വയം ഞാൻ കുറ്റപ്പെടുത്തി. പിന്നെ തോന്നി എനിക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഞാൻ എന്നെ ബെറ്ററാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാനിങ്ങനെ അത്യാവശ്യം കുറച്ച് ഒരുക്കത്തിലേക്കൊക്കെ ഇങ്ങനെ വന്നു. കണ്ണെഴുതി പൊട്ടലും അത്യാവശ്യം ജ്വല്ലറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കുറച്ച് ഒരുക്കത്തിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ട, ഇങ്ങനെ ഒരുങ്ങിയിട്ടും കാര്യമില്ല. കളറ് മങ്ങിയിട്ടുണ്ട്, ഭയങ്കര മങ്ങലാണ്, ഡാർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഒരു ദിവസം പോയപ്പോൾ അവിടെ വെച്ച് ഒരു താത്ത പറയുണ്ടായി, എന്താ പറ്റിയത്, എനിക്ക് എൻ്റെ ചെറുപ്പത്തിലുള്ള കളറൊക്കെ പോയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓരോന്ന് വാരി തേച്ചിട്ടാവും, വെറുതെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒന്നും വാരി തേക്കല്ലേ, നാച്ചുറലായിട്ട് എന്തെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചിന്തിച്ചു, നാച്ചുറലായിട്ട് എന്തെങ്കിലും നോക്കിയാലോ. അങ്ങനെ പിന്നെ കുറച്ച് ഓരോന്ന് കാണുന്ന തൈരും കടലമാവും പിന്നെ മഞ്ഞളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തേക്കാൻ തുടങ്ങി. അതൊക്കെ 1-2 ദിവസം ചെയ്തിട്ട് പിന്നെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരു 2024 ഞാൻ ഇടയ്ക്ക് തലയ്ക്കൊക്കെ ഓരോന്ന് ഇടാൻ തുടങ്ങി. പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റും ABC ജ്യൂസില്ലേ, അതൊക്കെ ട്രൈ ചെയ്തു. അമലയൊക്കെ മിക്സിയിലടിച്ച് ഞാനിതൊക്കെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി രാവിലെ ഉറങ്ങാറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് എനിക്ക് വലിയ ബെറ്റർ അല്ലാന്ന് ഇങ്ങനെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു സൺസ്ക്രീമും മോയ്സ്ചറൈസൊക്കെ വാങ്ങാതെ, അതൊക്കെ വാങ്ങി അത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ സൺസ്ക്രീമും പുറത്ത് പോകുമ്പോൾ അത് നമ്മൾ എന്തൊരു സാധനം മുഖത്ത് പുരട്ടുകയാണെങ്കിലും സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ്. പുറത്തിറങ്ങുമ്പോൾ വെയിലിൽ നമ്മൾ എന്തെങ്കിലും മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ടാൻ റിമൂവ് ആയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ ഇതിലേക്ക് നേരിട്ട് പതിക്കുകയാണ്, അപ്പോൾ വീണ്ടും ടാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീമും മോയ്സ്ചറൈസും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത് ഞാൻ സ്ഥിരമാക്കിയിട്ട് സൺസ്ക്രീൻ അപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു മാറ്റം കാണാൻ തുടങ്ങി. പിന്നെ ഈ 2025 ആയതോടുകൂടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അതിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞാണ്. പിന്നെ എൻ്റെ സ്കിന്ന് നോക്കൽ തുടങ്ങിയാൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ പാക്ക് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യും.
അതിലെനിക്ക് എന്തൊക്കെ പാക്കാണ് റിസൾട്ട് തന്നിട്ടുള്ളത്. പിന്നെ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്താലേ മാറ്റം അറിയാൻ പറ്റുള്ളൂ. ഇത് 1-2 ദിവസം ചെയ്ത് പിന്നെ നമ്മൾ മടി പിടിച്ച് വേണ്ടാന്ന് വെച്ച് ഉപയോഗിക്കുക. ഞാൻ സ്ഥിരമായിട്ട് ഒരു 1 മന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. പിന്നെ എനിക്ക് ഈ ജലദോഷത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട്, അലർജി പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല റിസൾട്ട് എനിക്ക് തന്നെ മുമ്പത്തേലേറെ ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല പോലെ സ്കിൻ ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് തേച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓട്സും ഒരു ലെമണും പിന്നെ കുറച്ച് കുറുന്നനെയുള്ള കഞ്ഞിവെള്ളം, പിന്നെ മിൽട്ടാനി മിൽട്ടി, ഇത് എന്താ മഞ്ഞൾ, നമ്മളെ കസ്തൂരി മഞ്ഞൾ, അതും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. എന്നിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2 വട്ടമൊക്കെ ആയിട്ട് തേക്കുന്നുണ്ട്. രാവിലെ തേക്കും, ചിലപ്പോൾ വൈകുന്നേരം തേക്കും, ചിലപ്പോൾ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ തേക്കും. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഇതൊക്കെ വാഷ് ചെയ്തിട്ട് കിടക്കുമ്പം കുറച്ച് ഗ്ലിസറിനും പിന്നെ ഒരു വിറ്റാമിൻ സിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ തേക്കലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിങ്ങാണ്ട് നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യണമെന്നല്ല പറയണത്. എന്ത് ചെയ്യുകയാണെങ്കിലും അത് പ്രോപ്പറായിട്ട് ചെയ്യുക, ചെയ്ത് നോക്കുക. അവനവൻ്റെ സ്കിന്നിന് ഏതാണോ, ഇപ്പോൾ ഒരു യൂട്യൂബർ ഇത് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വാരി തേച്ചിട്ട് ഓരോരുത്തർക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, അവനവൻ്റെ സ്കിന്നിന് ഏതാണോ സൂട്ടാണെന്ന് അത് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഓരോരുത്തർ പറയുന്നതൊക്കെ ഒന്നും കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക, ഫേസിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ നിരന്തരം പ്രയത്നിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. കഴിഞ്ഞ ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്ഥിരമായിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.